അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹ്. അമ്മാ ബഅദ്. പ്രിയമുള്ള വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിലൂടെ ഇമാം മുസ്ലിം റഹ്മഹുല്ലാ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഹൃദയത്തിൽ അണുതൂക്കം അഹങ്കാരമുള്ളവൻ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പഠിപ്പിച്ചു. അതുപോലെ തന്നെ സ്വഹാബാക്കൾ ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അർറജുലു യുഹിബ്ബു അൻ യകൂന സൗബുഹു ഹസന വ നഅലുഹു ഹസന. അതായത് ഒരു മനുഷ്യൻ അയാളുടെ വസ്ത്രം നന്നാകണമെന്ന്, അയാളെ ചെരുപ്പ് നന്നാകണമെന്ന് ഉദ്ദേശിച്ചാലോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അള്ളാഹു ഭംഗിയുള്ളവനാണ്, അവൻ ജമാലിനെ, ഭംഗിയെ ഇഷ്ടപ്പെടുന്നു, അഴകിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്നൽ കിബറ മൻ ബത്തിറൽ ഹഖ വഗമത്തുന്നാസ്. അതായത് അഹങ്കാരം എന്ന് പറഞ്ഞാൽ വഗമസ്വന്നാസ് എന്നും കാണാം. അത് സത്യത്തെ മറച്ചുവെക്കലും ജനങ്ങളെ ഇകഴ്ത്തലും ജനങ്ങളെ നിസ്സാരമാക്കലുമാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ കാണാം. സഹോദരങ്ങളെ, ഈ ഹദീസിൽ നമുക്ക് കിട്ടുന്ന പാഠം എന്ന് പറയുന്നത്, നമ്മളെ വസ്ത്രം, നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത് ഒരിക്കലും അഹങ്കാരത്തിൻ്റെ ലക്ഷണമല്ല. നല്ല ചെരുപ്പ് ധരിക്കുക എന്നുള്ളത് അഹങ്കാരത്തിൻ്റെ ലക്ഷണമല്ല. അള്ളാഹു ഭംഗിയുള്ളവനാണ്, അള്ളാഹു ഭംഗിയെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ്, അതും സ്വഹീഹായ ഹദീസാണ്. ആ ഹദീസ് പ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ധരിക്കുന്ന വസ്ത്രം നല്ലതാണെങ്കിലും ഏറ്റവും മുന്തിയ വസ്ത്രമാണെങ്കിലും അതിൽ ദൂർത്ത് വരാത്ത രീതിയിൽ അമിതവ്യയം, നമ്മുടെ കപ്പാസിറ്റിക്ക് ഒത്തുകൊണ്ടുള്ള, നമ്മുടെ കഴിവും ആവതുമനുസരിച്ചുകൊണ്ടുള്ള വസ്ത്രം നാം ധരിക്കുക. ആ വസ്ത്രം ധരിക്കുമ്പോൾ തന്നെ ഇസ്ലാമികമായ നിയമങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഭംഗിയെ ഇഷ്ടപ്പെടുന്നു, ആ ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമികമായി വിശ്വാസികൾ ജീവിക്കേണ്ട വസ്ത്രവിധാനം, വേഷവിധാനത്തെ സംബന്ധിച്ച് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. പുരുഷന്മാർക്ക് ഞെരിയാണിക്ക് താഴെ വസ്ത്രം പോകാൻ പാടില്ല എന്നും, സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള വസ്ത്രം, ഇന്ന നിയമങ്ങളൊക്കെ ഇങ്ങനെയാകണമെന്നുമൊക്കെ കൃത്യമായി നഗ്നത മറച്ചുകൊണ്ടും ഏത് രൂപത്തിലുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നും, ഇന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കണമെന്നും വേഷവിധാനത്തിൻ്റെ മര്യാദകൾ പാലിച്ചുകൊണ്ടായിരിക്കണം വസ്ത്രം ധരിക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം സൂചിപ്പിക്കാനുള്ളത്, സ്വഹാബാക്കൾക്ക് വരെ ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞപ്പോൾ അഹങ്കാരവുമായി ബന്ധപ്പെട്ട്, പൊങ്ങച്ചുമായി ബന്ധപ്പെട്ട്, അഹന്തയുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പം സ്വഹാബ കിറാം അവർക്ക് സംശയം ഉദിക്കുകയുണ്ടായി എന്നാണ്. അപ്പോൾ നമ്മൾ ജീവിക്കുമ്പോൾ, വസ്ത്രം ധരിക്കുമ്പോൾ, നല്ല വസ്ത്രം ധരിക്കുന്നത്, നല്ല ചെരുപ്പ് ധരിക്കുന്നത് അത് അഹങ്കാരത്തിൻ്റെ ഭാഗമാകുമോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, ഹൽ യുഅദ്ദു ഹുബ്ബുൽ ഇൻസാനി അൻ യകൂന ദാ ഹൈഅത്തിൻ വമദ്ഹരിൻ ഹസനിൻ മിനൽ കിബർ. ഒരാൾ നല്ല അഴകുള്ള നല്ലൊരു വസ്ത്രം, നല്ലൊരു ചെരുപ്പ് അത് ധരിച്ചാൽ അത് അഹങ്കാരത്തിൻ്റെ ഭാഗമായി കണക്കാക്കപ്പെടുമോ എന്ന് ചോദിച്ചപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അള്ളാഹു ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. യുഹിബ്ബുൽ ഹസന മിനൽ അഷ്യാ. എല്ലാ വസ്തുക്കളെയും അതിൻ്റെ അഴകിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അങ്ങനെ വൃത്തിയും വെടുപ്പും നല്ല ഭംഗിയുള്ള വസ്ത്രവും ഒക്കെ ധരിക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ അതൊരിക്കലും ഒരു അഹങ്കാരത്തിൻ്റെ മനോഭാവത്തിലേക്ക് പോകുന്ന വസ്ത്രമായിക്കൂടാ. ആ നിലക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് അതിർലംഘിച്ചു പോകുന്ന വസ്ത്രമായിക്കൂടാ. എന്നാൽ അഹങ്കാരം എന്ന് പറഞ്ഞാൽ അത് ബത്തറുൽ ഹഖ്, സത്യത്തെ മറച്ചു വെക്കലാണ്, സത്യത്തെ നിരസിക്കലാണ്, സത്യത്തെ തൊട്ട് അകന്നു പോകലാണ്. അതൊക്കെ അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ വഗംതുന്നാസ്, ജനങ്ങളെ ഇകഴ്ത്തലാണ്, ഇഹ്തിഖാറുഹും വസ്ദിറാഉഹും, അങ്ങനെ അവരെ നിസ്സാരമാക്കലാണ്, അവരെ പുച്ഛിക്കലാണ്. ഫമൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദറത്തിൻ മിൻ ഹാദാ. ഇങ്ങനെ അണുത്തൂക്കം അഹങ്കാരം ഒരു വ്യക്തിയുടെ ഹൃദയത്തിലുണ്ടായാൽ അവന് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ സഹോദരങ്ങളെ, ഈ ദറത്തി എന്ന് പറഞ്ഞാൽ ഈ ശക്തമായ വെയിലടിക്കുമ്പോൾ, ഒരു ഹോളിലൂടെ വെയിൽ പുറത്തു വരുമ്പോൾ അതിലുള്ള ചെറിയ അൽ ഗുബാറു ദഖീഖ് എന്നാണ്, സൂക്ഷ്മമായ പൊടിപടലം, അതിലുള്ള ഒരു പൊടിപടലത്തെ സംബന്ധിച്ച് ദറത്തി എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു അണു തൂക്കം പോലും അഹങ്കാരത്തിൻ്റെ ലക്ഷണം ഉണ്ടാവാൻ പാടില്ല. അത് എനിക്കൊരു അഹങ്കാരവുമില്ല എന്ന് പറഞ്ഞാലും യാഥാർത്ഥ്യം ബോധ്യമായിട്ട് ആ സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് അംഗീകരിക്കാൻ, അത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു മനസ്സുണ്ടെങ്കിൽ, അയാൾ അഹങ്കാരമില്ല എന്ന് പറഞ്ഞാലും അത് അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ് എന്ന്, അഹങ്കാരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ വഹയി പ്രകാരം പഠിപ്പിച്ച ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അഹങ്കാരത്തോട് വിരോധിച്ചിരിക്കുന്നു. സത്യത്തെ നിരസിക്കുക എന്നുള്ളത്, അതിനോട്ട് അകന്നു നിൽക്കുക എന്നുള്ളത് ഇവിടെ വിരോധിക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭംഗിയുള്ള വസ്ത്രം ധരിക്കാം,
അതുപോലെ തന്നെ ഭംഗിയുള്ള ചെരുപ്പ് ധരിക്കാം, അത് ഇസ്ലാം അനുവദിച്ച കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അതല്ലംഘിച്ചുകൊണ്ട് ഇവയൊന്നും ആകരുത്. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ഉള്ളതുപോലെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. ആ നിലയ്ക്ക് ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.